സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആരാ മത്തായി? ഞാനാ. നിങ്ങൾക്ക് ആൺകുട്ടിയാണ് കേട്ടോ. അത് നന്നായി. പെൺകുഞ്ഞു വല്ലതും ആയിരുന്നേ എന്ത് കഷ്ടപ്പാടാ. അവള് വളരും തോറും നെഞ്ചില് തീ കൂടി വരും. കെട്ടിച്ചയക്കുന്നവര് ഉറക്കുമെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇനി അവൾ അവസാനം വല്ലവരോട് പോയാൽ പിന്നെ പറയുകയും വേണ്ട. ഒടുവിൽ വയസ്സാം കാലത്ത് തിരിച്ച് വെള്ളം തരാൻ പോലും ആരും കാണില്ല. ഇതാവുമ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തുതി. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. കർത്താവേ, അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ ആയിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ? ആ കുന്ന് കഴുത, മല കഴുത. മൂലംകുടിയിൽ സഹദേവൻ പറയുമ്പോൾ ഒരു സുഖമില്ല. നമുക്ക് പേരങ്ങ് മാറ്റിയാലോ? മൂലംകുടി തൊട്ട് കളിക്കരുത്, അത് ഞങ്ങളുടെ തറവാടിന്റെ പേരാണെങ്കിൽ CID മൂലംകുഴിയിൽ മാത്രം വെച്ചാലോ? പേര് മാറ്റിയെന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ ഇമ്പില്ല. CID മൂലംകുഴിയിൽ സഹദേവൻ. ഓക്കെ, ആദ്യം 2 അക്ഷരം എടുത്താൽ അത് കൊള്ളാം. CID മൂലം. അച്ഛന്റെ ഡ്രസ് വാങ്ങിച്ചേ. ഞാൻ അപ്പോഴേ പറഞ്ഞ കള്ളനെ പിടിച്ച് കൂടെ നിർത്തരുത്. അപ്പൊ നീ ഉദ്ദേശിച്ച CID കുഴിയുന്ന അച്ഛാ? ഞാൻ ഉദ്ദേശിച്ച് മൂലംകുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ സായി. കിട്ടിയല്ലോ. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട എല്ലാം മാക്കി വെണ്ണ കട്ടു തിന്നുന്നവൻ. പ്രസിഡന്റ് കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ ഞങ്ങൾക്കും ഒരാളോട് ചോദിക്കേണ്ടി വരും. ഏതോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. ഏതാടാ അവതാരം? വിളിക്കാല്ലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. അതേതാടാ അവതാരം? അപരാധ പിറവി അവതാരം മറ്റേത് പുള്ളിത്തരും കയറി വരുമ്പോ. അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. ദാക്കാണ്. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിക്ക്, ആരോടാ ഫയർഫോഴ്സിനെ വിളിച്ചത്? ഞാനാണ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടുത്തെ സർവ്വ ജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി.